നാൽച്ചെവിയൻ രാജാവ് വളരെ പൊണ്ടാണ്. സോമപുരം എന്ന രാജ്യത്തെ രാജാവായിരുന്നു ചന്ദ്രമുഖൻ. അക്കാലത്ത് ചന്ദ്രമുഖനെ പോലെ സുന്ദരനായ മറ്റൊരു രാജാവ് ഭൂമിയിലെങ്ങും ഇല്ലായിരുന്നു. നോക്കൂ, നമ്മുടെ രാജാവ് എത്ര സുന്ദരനാണ്! ഏതോ ദേവനെ പോലെ. ചന്ദ്രനേക്കാൾ സുന്ദരമാണ് ആ മുഖം. സുന്ദരൻ മാത്രമല്ല, അദ്ദേഹം പരാക്രമിയും ബുദ്ധിശാലിയും കൂടിയാണ്. അതെ, സോമപുരത്തിന്റെ ഐശ്വര്യത്തിന് കാരണം അതല്ലേ? മഹാപ്രതാപി ചന്ദ്രമുഖ മഹാരാജൻ വിജയിക്കട്ടെ! പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഐശ്വര്യം ശത്രുക്കളെ അസൂയപ്പെടുത്തും. 2 കണ്ണിന് പകരം 4 കണ്ണും 2 ചെവിക്ക് പകരം 4 ചെവിയും നമുക്കുണ്ടാകണം. ജനങ്ങൾ സൂക്ഷ്മ ദൃക്കുകളും ശ്രദ്ധാലുക്കളുമാവണം. അതാണ് രാജാവ് ഉദ്ദേശിച്ചത്. എന്നാൽ അന്നു രാത്രി രാജാവ് ഒരു സ്വപ്നം കണ്ടു. 2 ചെവി കൂടി മുളച്ചിരിക്കുന്നു. രാജാവ് ഞെട്ടി ഉണർന്നു. ഓടി കണ്ണാടിയിൽ നോക്കി. അയ്യോ, വേദനിക്കുന്നു! എനിക്ക് 2 ചെവി കൂടി മുളച്ചിരിക്കുന്നു. നാണക്കേട്! ഇക്കാര്യം ആരും അറിഞ്ഞിട്ടില്ല, അറിയുകയും അരുത്. രാജാവ് അപ്പോൾ തന്നെ ഒരു പട്ടുതുണി കൊണ്ട് ചെവി മൂടിക്കെട്ടി. ഇനി ഇക്കാര്യം തൽക്കാലം ആരും അറിയില്ല. രാജാവ് ഒറ്റ രാത്രി കൊണ്ട് ചെവി മറിയുന്ന ഒരു കിരീടം പണിയിച്ചു. ഈ കള്ളന് നാം 100 അടി ശിക്ഷ വിധിക്കുന്നു. പുതിയ കിരീടമണിഞ്ഞ് രാജാവ് പഴയതുപോലെ തന്നെ രാജകാര്യങ്ങൾ നിറവേറ്റി തുടങ്ങി. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന് ആ വ്യാപാരി 100 സ്വർണ്ണ നാണയം നഷ്ടപരിഹാരം നൽകട്ടെ. പുതിയ കിരീടം രക്ഷിച്ചു. കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നീങ്ങുന്നുണ്ട്. ചെവിയുടെ കാര്യം ആരും അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം, മന്ത്രി, ഞാൻ നായാട്ടിന് പോയിട്ട് കുറെ നാളായല്ലോ അല്ലേ? അതേ തിരുമനസ്സേ, മാസങ്ങളായി. എങ്കിൽ ഉടൻ നായാട്ടിനുള്ള ഒരുക്കങ്ങൾ നടത്തൂ. കൽപ്പന പോലെ. പിറ്റേന്ന് തന്നെ അവർ കാട്ടിലേക്ക് തിരിച്ചു. നായാട്ടിനിടയിൽ, മന്ത്രി, ഒരു മാൻകുട്ടി, ഞാൻ അവനെ വിടില്ല. വിടരുത്, ഞാനുമുണ്ട് കൂടെ. പെട്ടെന്ന് ഒരു മരച്ചില്ലയിൽ മുട്ടി രാജാവിന്റെ കിരീടം തെറിച്ചു. 4 ചെവി! അടുത്ത നിമിഷം, ഈ രഹസ്യം പുറത്തായാൽ നീ ജീവിച്ചിരിക്കില്ല. അരുത്! ബുദ്ധിമാനായ മന്ത്രി രാജാവിന്റെ കാൽക്കൽ വീണു. എന്നെ കൊല്ലരുത്, ഞാൻ ഈ രഹസ്യം മരണം വരെ പുറത്തറിയിക്കില്ല, സത്യം. അങ്ങനെ നായാട്ട് മതിയാക്കിയവർ കൊട്ടാരത്തിലേക്ക് മടങ്ങി. എന്നാൽ മടങ്ങിയെത്തിയ മന്ത്രി അസ്വസ്ഥനായി. രാജാവിന് 4 ചെവി. ഈ കാര്യം ആരോടെങ്കിലും അറിയാതെ സമാധാനം കിട്ടില്ല. എന്തുപറ്റി? ഒന്നുമില്ല. മന്ത്രിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഈ രഹസ്യം ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ചങ്ക് പൊട്ടും. മന്ത്രി വീട്ടിൽ നിന്നിറങ്ങി ദൂരെ ഒരു കിണറിനടുത്തെത്തി. എന്നിട്ട്, നമ്മെ വധിക്കും രാജാവ്, 4 ചെവിയൻ രാജാവ്, കാട്ടിൽ വെച്ചത് ഞാൻ കണ്ടേ, കാണാനയ്യട രസമുണ്ടേ. കിണറിനോട് പറഞ്ഞപ്പോൾ സമാധാനമായി. മന്ത്രി മടങ്ങിപ്പോയി. അപ്പോൾ ചെണ്ടയുണ്ടാക്കാൻ മരം തേടി ഒരാൾ അവിടെ വന്നു. ഈ മരം വെട്ടി ഉഗ്രൻ ചെണ്ടയുണ്ടാക്കാം. അയാൾ കിണറിനടുത്തുള്ള മരം വെട്ടി ചെണ്ടയുണ്ടാക്കി. അത് കൊട്ടാരത്തിലെ ചെണ്ടക്കാരൻ വില കൊടുത്തു വാങ്ങി. ആദ്യമായി അയാൾ സദസ്സിലെത്തി. മേളം തുടങ്ങട്ടെ! ചെണ്ട കൊട്ടിയതു. നമ്മെ ഭരിക്കും രാജാവ്, 4 ചെവിയൻ രാജാവ്. ടൊണ്ടം ടൊണ്ടം ടൊണ്ടടം ടൊണ്ടം ടൊണ്ടം ടൊണ്ടടം. ചെണ്ടയിൽ നിന്ന് മുഴങ്ങി ശബ്ദം കേട്ട് രാജാവ് കോപിച്ച് ചാടി എഴുന്നേറ്റു. നിർത്തണോ! അയ്യോ, പാവമാണേ, കൊല്ലല്ലേ! അപ്പോൾ ആകാശത്തു നിന്നൊരു ശബ്ദം മുഴങ്ങി. രാജാവേ, സ്വർണകിരീടം കൊണ്ട് സത്യം മറച്ച അങ്ങാണ് തെറ്റുകാരൻ. ആ പാവത്തെ വെറുതെ വിട്ട് നീതിമാനായി രാജ്യം ഭരിക്കൂ. അതോടെ രാജാവിന്റെ കോപം അടങ്ങി. അദ്ദേഹത്തിന് ഭയമായി. അപ്പോൾ വീണ്ടും ആ ശബ്ദം മുഴങ്ങി. മന്ത്രി, മനസ്സിൽ സൂക്ഷിക്കാത്ത രഹസ്യം രഹസ്യമല്ല. അങ്ങനെ മന്ത്രിയും ഒരു പാഠം പഠിച്ചു. അടുത്ത നിമിഷം രാജാവ് കിരീടം എടുത്തു മാറ്റി. ഇതോ, എല്ലാവരും എൻ്റെ ചെവി കണ്ടോളൂ. ഞാൻ ഇനി സത്യം മറച്ചു വെക്കില്ല, ഒരിക്കലും. അങ്ങ് നീതിമാൻ തന്നെ. ചന്ദ്രമുഖ രാജാവ് വിജയിക്കട്ടെ!